ഓണമൊക്കെയല്ലേ? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി. അവിടെ ഇതുപോലെ രണ്ട് ചെറിയ സ്വല്പം പൊടിയുണ്ട് വറുത്തെടുക്കാനായിട്ട്. വീട്ടിലുണ്ടായ കായാണ്. ഇത്രയും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിൽ കുറച്ചുണ്ട്. ഒരു കൊല്ലം കായ നമുക്കുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ കാര്യം കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ ഉറവാണ്. ഇതൊന്നും ഇളക്കിയിട്ടില്ല കേട്ടോ. ഏകദേശം 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഇളക്കാറാവുന്നേ ഉള്ളൂ. അത്തരത്തിൽ പതുക്കെ ഇളക്കി അത് ലൂസ് ചെയ്ത് ഇടുക. നമ്മുടെ 2 ഐറ്റം നമ്മൾ 2 പ്രാവശ്യം വറുത്തെടുത്തു. ഏതായാലും ഒരു പ്രശ്നമുണ്ട്. മൂന്നാമത്തേതാ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ രണ്ട് ഓട് ശരിക്കും 2 പ്രാവശ്യം, അതായത് 2 പ്രാവശ്യം നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇത് മൂന്നാമത്തെയാണ്. അപ്പോൾ നമ്മളിത് ഉപ്പ് തിരുമിയിട്ടാണ് ചെയ്യുന്നത്, ഉപ്പ് ഒഴിച്ചിട്ടല്ല. കാരണം ഈ ഉപ്പ് ഒഴിച്ചേച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഇതായി വരുന്ന സമയത്താണ് നമ്മൾ ആ ഉപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ മഞ്ഞപ്പൊടി അങ്ങനെ ഒരു കേസേ ഇല്ല, നമ്മുടെ നിഘണ്ടുവിൽ പോലും ഇല്ല. അതായത് ചക്ക വറുത്താലും അതെ, അല്ലെങ്കിൽ ഇപ്പോൾ കായ് വറുത്താലും ഒന്നും നമ്മൾ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്ന ഒരു കേസേ ഇല്ല. അതായത് ഇതിന് നാച്ചുറലായിട്ടുള്ള ഒരു മഞ്ഞ നിറം കൃത്യമായിട്ട് ഈ ഉപ്പേരിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് തിരുമി ഇടുന്ന ഞാൻ കാണിച്ചു തരാം. ഇനി കുറച്ചും കൂടെ ഉണ്ടല്ലോ. ഉപ്പ് തിരുമ്പുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഉപ്പ് തിരുമിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ അത് വെളിച്ചെണ്ണയിലേക്ക് ഇടണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ക്രിസ്പി, അതായത് കല്ലിച്ചു പോകും. ക്രിസ്പി അല്ല, ശരിക്കും കല്ലച്ചു പോകും ആ ഒരു സാധനം. നമ്മുടെ ലൈറ്റ് ശരിയല്ലാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഇപ്പോൾ അത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് ഏതാണ്ട് 440 രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ മില്ലിൽ പോയി ആട്ടണം നോക്കി നിന്ന് മേടിച്ചെടുത്ത വെളിച്ചെണ്ണയാണ്. കാരണം നമുക്ക് അറിയാം, പല തരത്തിലുമുള്ള വ്യാജ വെളിച്ചെണ്ണയുടെ വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്വല്പം നോക്കി തന്നെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടുമല്ലോ. അപ്പം നമ്മൾ അവിടെ പോയിരുന്ന് ഇന്നലത്തെ രാത്രിയിലത്തെ മഴയത്ത് 2 ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ ആ കൊല വെട്ടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ രാത്രിയിലത്തെ മഴയത്ത് അത് പതുക്കെ ചെരിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് തന്നെ വെട്ടിയെടുത്തു. അപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് അതിന് ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശബ്ദം കേട്ടോ, ഇതാണ് ഇത് ആയെന്നുള്ളതല്ലേ തെളിവ്. നല്ല മഞ്ഞ നിറത്തിൽ, ഒരു തുള്ളി മഞ്ഞ പൊടി പോലും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ആ ഗ്യാസ് കുറച്ച് വയ്ക്കുന്നു. ഒന്നുകൂടെ എടുത്തിട്ട് നമ്മൾ പരമാവധി കിട്ടാൻ പറ്റുന്നു. തരത്തിൽ കോരിതാ ആ വെള്ളം വെളിച്ചെണ്ണ ഒന്ന് വാഴാനുള്ള ഒരു സമയം കൊടുത്തത് ഇങ്ങനെയായിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആയിക്കഴിഞ്ഞു. അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള, വളരെ ക്രിസ്പിയാണ്. നമുക്ക് നോക്കാം. അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ഉപ്പേരിയാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ വിളഞ്ഞ ആ ഒരു കായ വെച്ചിട്ട്, ഇത് കാലത്ത് മുതൽ എനിക്ക് എടുക്കണമെന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിങ്ങനെ റെഡിയായി വന്നപ്പോൾ എനിക്കൊരു തോന്നി, ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനി എടുത്തതാ ഇത്തരത്തിൽ ശരിക്കും ഒന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ഈ ഉരുളിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തന്നെ നോക്കി വേണം നമ്മളത് എടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉരുളി മറിയാൻ സാധ്യതയുണ്ട്.
നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പ്രാവശ്യം വറക്കാനുള്ളതുണ്ട്. അപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്, അതും കൂടെ അങ്ങ് എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അത് അത്രയും മതി കേട്ടോ. കാരണം അതിനുള്ള വെളിച്ചെണ്ണ ഉള്ളൂ. നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ ശേഷം ഒരു 6-7 കിലോ കായ് വറുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഉപ്പ് തിരുമ്മ കാണിച്ചാൽ അതിന് മുമ്പ് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കട്ടെ. അപ്പോൾ അതാ ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്ത് ഇത്ര എടുത്തിന് ഫുള്ളിടില്ല. അപ്പോൾ അത് ഇങ്ങനെ ശരിക്കും തിരുമ്മി യോജിപ്പിക്കുക. തിരുമ്മി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പതുക്കെ കൂട്ടി വയ്ക്കുക. ഗ്യാസ് കൂട്ടി വയ്ക്കുമ്പോഴത്തേക്കും ഈ വെളിച്ചെണ്ണ പതുക്കെ റെഡിയായി വന്നു തുടങ്ങും, ചൂടായി വന്നു തുടങ്ങും. അപ്പോൾ ഒരു തുള്ളി മഞ്ഞപ്പൊടി പോലും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അത് ശരിക്കും ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാൻ പറ്റും. ആ വെളിച്ചെണ്ണ ചൂടായ ഒരു ലക്ഷണമാണ്. പതുക്കെ വെളിച്ചെണ്ണ ഇങ്ങോട്ട് മാറി തുടങ്ങിയിട്ടുള്ള ഒരു ലക്ഷണമുണ്ട് ശരിക്കും. ഇനി ഇത് പതുക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത്തരത്തിൽ ഇട്ട് കൊടുക്കുന്നത് സ്വല്പം ചൂട് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കൂടുതലൂടെ സമയം എടുക്കും. അത് ഇത്തരത്തിൽ ഫുള്ളായിട്ട് എന്തോരം ഉണ്ടെങ്കിലും അങ്ങ് ഇട്ട് കൊടുത്തേക്കും. അത് കഴിഞ്ഞൊരു ചെറിയ പണിയുണ്ട്. ആ പണിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഇത് മുഴുവൻ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കണം. ആ ഒരു തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഈ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ എടുത്ത് വിലയുള്ള ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്തരത്തിൽ ചെറിയൊരു ചട്ടവുമുണ്ട്. ഇതെല്ലാം ഇത്തരത്തിൽ മുക്കിയിടുക. ഈ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഇത് നമ്മൾ അനക്കേണ്ട കാര്യമില്ല. ഒരു പരുവമായിട്ട് വന്നിട്ട് നമുക്ക് പതുക്കെ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് കിടക്കുമായിരിക്കും. ഇതുണ്ടോ, അത് കുറച്ച് ഒട്ടിപ്പിടിച്ചോട്ടെ, വിഷയമില്ല, അത് തന്നെ വിടർന്നു വന്നോളൂ. അപ്പോൾ ഏതാണ്ട് എല്ലാം തന്നെ വെളിച്ചെണ്ണയിൽ മുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ശരിക്കും മുങ്ങി വരികയാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ട് എന്തായാലും. അപ്പോൾ ഇത് അത്യാവശ്യം ഇളക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. ശരിക്കും ഇളക്കിക്കോളൂ. ഇളക്കലിൽ ഇനി ഒരു കുറവും വരുത്തരുത്. ശരിക്കും ഇളക്കിക്കോളൂ. ത്രൂ ഔട്ട് ഇളക്കി എടുത്തോളുക. ചെറിയ ഇതുണ്ടോ, ഇതവിടെ കണ്ടോ, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ തന്നെ വിടർന്നു വന്നോളും. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ആ ഒരു കണ്ണോപ്പാന്നൊക്കെ ഞങ്ങൾ പറയും. ആ ഒരു സാധനം അത് വെച്ചിട്ടാകുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് വേർപെട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, എതിർത്ത് എടുക്കുക. കണ്ണാപ്പാന്ന് പറയും. ഇതാ ഈ ഒരു സാധനം. ശരിക്കും ഈ കണ്ണാപ്പാന്ന് പറഞ്ഞ രൂപം ഇതല്ല കേട്ടോ. ഒരു സ്റ്റീലിൻ്റെ തന്നെ ഒരു പാട്ടാന്ന് പറയാം. അതുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ട് അതിൽ ചെറിയ തുളകൾ. സാധാരണ ഈ കണ്ണാപ്പയുടെ ഏറ്റവും വലിയ ഉപയോഗം നമ്മൾ നെല്ല് പുഴുങ്ങുമ്പോഴാണ്. നെല്ല് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഒരു കണ്ണാപ്പയുടെ ഉപയോഗം ശരിക്കും ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ വറക്കാൻ, ഇത് കോരിയെടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ഇത്തരത്തിൽ ഇളക്കാൻ വേണ്ടിയിട്ടും ഈ ഇത്തരത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ കുറേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഒരു 10 മിനിറ്റ് ഏകദേശം ഇനി എടുക്കും. കാരണം നമ്മൾ ഇത്രയും ഹെവി ക്വാണ്ടിറ്റിയാണ് ഇതിലേക്ക് ഇട്ടേക്കണേ. നമുക്ക് 2 പ്രാവശ്യം കൂടെ വറുക്കാനുള്ളത് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്ക് അതും കൂടെ വറുത്തെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഏകദേശം ഒരു 6-8 കിലോയോളം കായ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ
അതൊരു 5 പ്രാവശ്യമായിട്ടാണ്, ഇതിപ്പം 4ാമത്തെ വർക്കിലാണ്, 5-6 പ്രാവശ്യമായിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ. പക്ഷേ ഏകദേശം ഒരു 1-1.25 ലിറ്റർ വെളിച്ചെണ്ണയിൽ, അതായത് അത്രയും കിലോ വരില്ല. ഞാനിപ്പോൾ ഇത് 396 രൂപയ്ക്കാണ് ആ ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ മേടിച്ചാണ്. ആ ഒരു കുപ്പി നമ്മുടെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ. അപ്പോൾ അവിടുത്തെ ചേട്ടനാ എന്നോട് പറഞ്ഞ മില്ല് അത് തന്ന ചേട്ടനാ പറഞ്ഞത് ഇത് 1 ലിറ്ററാണ്, 1 കിലോ അല്ല. അതായത് അതുകൊണ്ട് നമുക്ക് ഇത് 4 പ്രാവശ്യം വറുക്കൽ കഴിയാൻ പറ്റി. ഇനി 1 പ്രാവശ്യം കൂടെ ഈസി ആയിട്ട്, 1 അല്ല 2 കൂടെ ഈസി ആയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഏകദേശം അറ്റപ്പറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. വരുമ്പോഴത്തേക്കും നല്ല ഈസി ആയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത്തരത്തിൽ തന്നെ വരും മഞ്ഞ നിറം. നമ്മളിതിലേക്ക് യാതൊരു വിധത്തിലുള്ള മഞ്ഞപ്പൊടിയും ചേർക്കേണ്ടതില്ല. ഇത്തരത്തിൽ നല്ല മഞ്ഞ നിറം വരും. ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ട് അത്രയും വെളിച്ചെണ്ണ ബാക്കിയുണ്ട്. ഏകദേശം ഒരു 6 കിലോയോളം 6-8 കിലോയോളം കായ നമ്മൾ വറുത്തെടുത്തു. അത് കഴിഞ്ഞ് അത്ര ഏകദേശം ഒരു 300-350 വെളിച്ചെണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും ഒരു വില നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്തൊരു ഉണ്ടെന്ന് കൂടെ കാണിച്ചു തരാം. ഓണം സ്പെഷ്യലാണിത്. ഇത്തരത്തിൽ 4ആയിട്ട് നുറുക്കിയ കായ വറുത്തെടുക്കണേ. എല്ലാവർക്കും ചുമയാണ്. ഇത്തരത്തിൽ 4ആയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഉപ്പേരി ഇങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 4 കിലോയിലെ ഉപ്പേരി വരുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. അപ്പോൾ നമ്മൾ കാലത്ത് എനിക്ക് ഈ സാധനം ഇച്ചിരി തിരക്കായിരുന്നുകൊണ്ട് ഈ കായ അരിയൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൽ ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഒരുപാട് വറുത്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്കത് ചെയ്യണം എന്നുള്ളത് തോന്നിയത്. ഇത്രയും ഉപ്പേരി ഉണ്ട് ഇതിൽ. ഏകദേശം ഒരു 4 കിലോയോളം ഉപ്പേരി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും വറുത്തപ്പോൾ.